إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ വിശദീകരിച്ചു വന്നത് അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അവസാനമായി പറഞ്ഞത് ഒരു വ്യക്തി മറ്റുള്ളവരോട് ചെയ്യുന്ന ദുൽം, അക്രമം, അതിന്റെ ചില വ്യത്യസ്ത രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിലേതാനും ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദുൽമിൽ മറ്റുള്ളവരോട് ചെയ്യുന്ന ദുൽമുകളിൽപ്പെട്ട മറ്റൊന്നാണ് അദ്ദുൽമു ബൈന സൗജാത്ത്. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ ആ വ്യക്തി തന്റെ ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കണം എന്നുള്ള കാര്യം. ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ ആ ഭാര്യമാർക്കിടയിൽ കൃത്യമായ നീതി പാലിക്കാൻ അവൻ തയ്യാറാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. മൻ കാനത് ലഹു ഇംറഅതാനി, ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ ഫമാല ഇലാ ഇഹ്ദാഹുമാ, ആ രണ്ട് ഭാര്യമാരിൽ ഒരു ഭാര്യയോട് അവൻ വല്ലാതെ താല്പര്യം കാണിച്ചു, ഒരു ഭാര്യയിലേക്ക് അവൻ ചാഞ്ഞുപോയി, ഒരു ഭാര്യയോട് കൂടുതൽ താല്പര്യം, എങ്കിൽ ജാഅ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ വരിക തന്നെ ചെയ്യും. വശിഖ്ഖുഹു മായിലുൻ, അവന്റെ ഒരു ഭാഗം ചെരിഞ്ഞിട്ടായിരിക്കും. ഒരു ഭാര്യയോട് അതിയായ ചായ്വ് കാണിച്ചതിന്റെ പേരിൽ നാളെ ഖിയാമത്ത് നാളിൽ അവന്റെ ഒരു ഭാഗം ചെരിഞ്ഞുകൊണ്ടായിരിക്കും ഖിയാമത്ത് നാളിൽ അവൻ വരിക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യമാർക്കിടയിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവർ ഭാര്യമാർക്കിടയിൽ കൃത്യമായ നീതി പാലിക്കേണ്ടതുണ്ട്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. യജിബു അല സൗജി അൻ യഅദില ബൈന സൗജാതിഹി, ഒരു പുരുഷൻ, ഒരു ഭർത്താവ് തന്റെ ഭാര്യമാർക്കിടയിൽ നീതി കാണിക്കൽ നിർബന്ധമാണ്. ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവർ ഭാര്യമാർക്കിടയിൽ നീതി കാണിക്കൽ നിർബന്ധമാണ്. ഏതൊക്കെ വിഷയത്തിൽ? ഫിൽ ഇൻഫാഖി, അവർക്ക് ചെലവ് കൊടുക്കുന്ന വിഷയത്തിൽ, വൽ മസ്കനി, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്ന വിഷയത്തിൽ, വൽ കിസ്വതി, അതുപോലെ തന്നെ അവർക്ക് വസ്ത്രം നൽകുന്ന വിഷയത്തിൽ, വൽ ഖിസ്മി ഫിൽ മബീത്, അവരുടെ കൂടെ താമസിക്കുന്ന വിഷയത്തിലൊക്കെ കൃത്യമായ നീതി പാലിക്കേണ്ടതുണ്ട്. അവരുടെ ഭാര്യമാർക്കിടയിൽ അവർക്ക് ഒരേ രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്, ഒരേ രൂപത്തിൽ ചെലവ് കൊടുക്കേണ്ടതുണ്ട്, ഒരേ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഒരേ രൂപത്തിലുള്ള മറ്റു വിഷയങ്ങൾ കൃത്യമായി എല്ലാവർക്കും നീതിപൂർവം അവർ അത് ചെയ്യേണ്ടതുണ്ട് ഭർത്താക്കന്മാർ എന്നാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. കുല്ലു ഹാദാ മിമ്മാ യജിബു അലൈഹിൽ അദ്ലു ബൈന സൗജാത്ത്, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഭാര്യമാർക്കിടയിൽ അവൻ നീതി കാണിക്കേണ്ടതുണ്ട്. വലാ ഫർഖ ബൈന ഗനിയത്തിൻ വഫഖീറത്തിൻ, ഭാര്യമാർക്കിടയിൽ ചിലപ്പോ നല്ല സമ്പത്തുള്ള ആളുകൾ ഉണ്ടാവും, സമ്പത്ത് കുറഞ്ഞ ആളുകൾ ഉണ്ടാവും, എങ്കിലും അവന്റെ ഭാര്യയാണ് ആ സമ്പത്തുള്ള ഭാര്യയും സമ്പത്തില്ലാത്ത ഭാര്യയും. ഒരാൾക്ക് സമ്പത്ത് കൂടുതലുണ്ട്, ഒരാൾക്ക് സമ്പത്ത് കുറവാണ്. പക്ഷെ കൊടുക്കുന്ന വിഷയത്തിൽ സമ്പത്തുള്ളവർക്കും അതുപോലെ തന്നെ സമ്പത്ത് കുറഞ്ഞ ആളുകൾക്കും ഒരുപോലെ കൊടുക്കണം. ആ രണ്ടാളുകളും അവന്റെ ഭാര്യയാണ് എന്നുള്ളത് കൊണ്ട് കൊടുക്കുന്ന വിഷയത്തിൽ അവിടെ നീതി കാണിക്കണം. എന്നാൽ മറ്റേ ഭാര്യയുടെ സമ്മതത്തോടുകൂടി അങ്ങോട്ട് കൂടുതൽ കൊടുക്കുന്ന സാധുവായ ഭാര്യക്ക് കൂടുതൽ കൊടുക്കുന്നത് തെറ്റില്ല. പക്ഷെ കൊടുക്കുന്ന വിഷയത്തിൽ ഒരാൾക്ക് കൂടുതൽ സമ്പത്തുണ്ട് എന്നുള്ളത് കൊണ്ട് സമ്പത്ത് കൂടുതലുള്ളവർക്ക് കൊടുക്കുന്നത് കുറയ്ക്കുകയോ
സമ്പത്ത് കുറഞ്ഞവർക്ക് കൂടുതൽ കൊടുക്കുക ചെയ്യുക പോലും പാടില്ല. അത്രയും നീതി കാണിക്കണം എന്നാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവർ ഒരിക്കലും അവരോട് അനീതി കാണിക്കാൻ പാടില്ല. നീതി കാണിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ആ പണി പറ്റുള്ളൂ. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വിഷയമാണ്, ഇസ്ലാം അനുവദിച്ചിട്ടുള്ള വിഷയമാണ്. പക്ഷേ ഇവിടെ നീതി കാണിക്കണം എന്നുള്ള കാര്യവും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മറ്റുള്ളവരോട് ദുൽമ ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരുടെ സമ്പത്ത് അന്യായമായി തിന്നുക എന്നുള്ളത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് പരസ്പരം അന്യായമായ രൂപത്തിൽ തിന്നാൻ പാടില്ല. അന്യായമായ രൂപത്തിൽ മറ്റുള്ളവന്റെ സമ്പത്ത് കൊള്ളയടിച്ച് തിന്നുന്ന ഒരു സ്വഭാവം അത് പാടില്ല സത്യവിശ്വാസികളെ എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു തആല കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വമൻ യഫ്അൽ ദാലിക ഉദ്വാനം വദുൽമ. ആരെങ്കിലും ഈ രൂപത്തിൽ കൊലപാതകമോ അന്യായമായി മറ്റുള്ളവന്റെ സമ്പത്ത് തിന്നുകയോ ചെയ്താൽ ഫസൗഫ നുസ്ലിഹി നാറ, നാം അവനെ നരകത്തിലിട്ട് കരിക്കുന്നതാണ്. വകാന ദാലിക അലല്ലാഹി യസീറ, അതൊക്കെ അല്ലാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇത്തരം ആളുകളെ നരകത്തിലിട്ട് ശിക്ഷിക്കുക എന്നുള്ളത് എന്ന് അല്ലാഹു തആല ശക്തമായ രൂപത്തിൽ താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമ്പത്ത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ളവന്റെ സമ്പത്ത് നമ്മുടെ സമ്പത്തിലേക്ക് കൂടി വരിക, അന്യായമായ രൂപത്തിൽ കടന്നു വരികയും അത് തിന്നുന്നൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ദുൽമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് വിശാലമായൊരു വിഷയമാണ്. ഹറാമായ സമ്പത്ത് നമ്മുടെ സമ്പത്തിലേക്ക് കടന്നു വരികയും അത് തിന്നുകയും ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഇസ്ലാം ശക്തമായ രൂപത്തിൽ എതിർത്തിട്ടുള്ള, വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഹലാലായ ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ, ഹലാലായ സമ്പാദ്യം മാത്രമേ നമ്മൾ സമ്പാദിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം. അല്ലാഹു തആല യതീം മക്കളുടെ സമ്പത്ത് തിന്നുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ ദുൽമ, അന്യായമായി കൊണ്ട് യതീം മക്കളുടെ അനാഥകളുടെ സമ്പത്ത് തിന്നുന്ന ആളുകൾ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ, അവർ അവരുടെ വയറ്റിലേക്ക് നിറക്കുന്നത് നരകമല്ലാതെ തീയല്ലാതെ മറ്റൊന്നുമല്ല. വസയസ്ലൗന സഈറ, അവരെ നരകത്തിലിട്ട് അവർ കരിയുന്നതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പലിശ, മറ്റുള്ളവന്റെ പലിശ വാങ്ങി തിന്നുക ദുൽമാണ്, വല്ലാത്ത ദുൽമാണ്. അതുപോലെ റിശ്വ, കൈക്കൂലി വാങ്ങുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു റാശിയ വൽ മുർതശിയ, അല്ലാഹു തആല കൈക്കൂലി വാങ്ങുന്നവനെയും കൈക്കൂലി കൊടുക്കുന്നവനെയും ശപിച്ചിട്ടുണ്ട്. വലിയൊരു ദുൽമാണത്. ന്യായമായി കിട്ടേണ്ട അവകാശം തടയപ്പെടുന്നുണ്ട്. അവിടെ ഒരാൾക്കൊരു സീറ്റ് കിട്ടുന്ന വിഷയത്തിൽ സമ്പത്തുള്ള ആൾ കൈക്കൂലി കൊടുത്തുകൊണ്ട് ആ സീറ്റ് വാങ്ങുകയാണ്. അവിടെ ആ സീറ്റിന് അധികാരമുള്ള അല്ലെങ്കിൽ അവകാശമുള്ള ഒരു വ്യക്തിയുടെ അവകാശം നിഷേധിക്കപ്പെടുകയും അന്യായമായി മറ്റൊരുത്തന് ആ സീറ്റ് ലഭിക്കുകയും ചെയ്യാൻ വലിയ ദുൽമൻ. ഇവിടെ കൃത്യമായ അവ ഹക്കായി കൊണ്ട് കിട്ടേണ്ട ഒരുത്തന്റെ സീറ്റ് ഇവിടെ നിഷേധിക്കപ്പെടുകയാണ്. ഇയാൾ കൈക്കൂലി കൊടുത്തിട്ട് ആ സീറ്റ് കരസ്ഥാക്കി, ഇയാൾക്കത് കിട്ടാൻ യാതൊരു അവകാശവുമില്ല. ആ കൈക്കൂലി കൊടുത്തവരും ചെയ്ത ദുൽമാണ്. അതുപോലെ തന്നെ ആ കൈക്കൂലി വാങ്ങി മറ്റൊരുത്തന്റെ അവകാശം തടയുന്ന ആ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയ ആ കൈക്കൂലി വാങ്ങുന്നവർ ചെയ്ത പണിയും ദുൽമാണ്, വല്ലാത്ത ദുൽമാണ്, മറ്റുള്ളവരോട് ചെയ്യുന്ന ദുൽമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല ഈ കൈക്കൂലി കൊടുക്കുന്നവനെയും കൈക്കൂലി വാങ്ങുന്നവനെയും ശപിച്ചിട്ടുണ്ട് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ കൈക്കൂലി വാങ്ങുന്ന ആളുകളൊക്കെ അവർക്കൊന്ന് തൗബ ചെയ്യണമെന്ന് തോന്നിയാൽ വലിയ പ്രയാസമായിരിക്കും. കാരണം ഈ കൈക്കൂലി വാങ്ങിയ ആളുകളുടെ അടുത്തൊക്കെ പോയി അത് വീട്ടണം. ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. ആരുടെയൊക്കെ അടുത്തു നിന്നാണ് അവർ കൈക്കൂലി വാങ്ങിയിട്ടുള്ളതും എത്രയാണ് വാങ്ങിയിട്ടെന്ന് ഒരു കണക്കുണ്ടാകൂല. വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് അതിൽ നിന്ന് മോചിതരാകേണ്ടതുണ്ട്. ഇത്തരം തിന്മകൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ സ്ത്രീധനം, നമ്മൾ മറ്റുള്ളവരുടെ സമ്പത്ത് ഹറാമായി തിന്നുന്ന ഒരു കാര്യമാണ് സ്ത്രീധനം. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് തന്റെ ഭാര്യയിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്ന പണം, ഭാര്യയുടെ രക്ഷിതാക്കളിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്ന പണം നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഗുരുതരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള അവസ്ഥ അതിനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാം പുണ്യകർമ്മമായി പഠിപ്പിച്ചിട്ടുള്ള, പ്രബലമായ സുന്നത്തായി പഠിപ്പിച്ചിട്ടുള്ള നിക്കാഹ് എന്ന് പറയുന്ന ഇസ്ലാമിലെ പുണ്യം ലഭിക്കുന്ന ഒരു കാര്യത്തെ ഒരു ചൂഷണ മാർഗമായി സ്വീകരിക്കുക. കല്യാണം എന്ന് പറഞ്ഞാൽ, നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം വലിയ പുണ്യമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ സമ്പത്ത് ഉണ്ടാക്കാനുള്ള, പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു തെറ്റാണ്.
മാത്രല്ല പലപ്പോഴും പല ആളുകളും കാരണം പറയാനുള്ള ഈ സ്ത്രീധന സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്റെ അമ്മോശൻ വളരെ സന്തോഷത്തോടു കൂടി നൽകുന്ന സ്വത്താണ് എന്ന് ചില ആളുകൾ ന്യായം പറയാറുണ്ട്. അത് തീർത്തും തെറ്റാണ്. കാരണം അതൊരു ത്വലാഖിന്റെ വക്കിലേക്ക് എത്തിയാൽ, വിവാഹമോചനത്തിന്റെ അടുത്തേക്ക് എത്തിയാൽ ആദ്യം ചോദിക്കുന്ന സമ്പത്തായിരിക്കും ആ സ്ത്രീധന സ്വത്ത് തിരിച്ചുകൊണ്ടാണ്. ഒരിക്കലും സംതൃപ്തിയോടുകൂടി തൃപ്തിയോടുകൂടി തന്ന സ്വത്ത് എങ്ങനെ തിരിച്ചു ചോദിക്കും? അതിന്റെ അർത്ഥം അതൊരിക്കലും തൃപ്തിപ്പെട്ട് തന്നതല്ല. തൃപ്തിപ്പെട്ട് തരുന്ന ആളുകൾ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾ ഉണ്ടായേക്കാം. പക്ഷെ ഈ രൂപത്തിൽ ചോദിച്ചു വാങ്ങുന്ന അവസ്ഥ അല്ലെങ്കിൽ ആഗ്രഹിക്കുക പോലും പാടില്ലാത്ത കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നോക്കൂ. ഇന്നല്ലാഹ ഹറമ അലൈക്കും, അല്ലാഹു തആല നിങ്ങളുടെ മേൽ ഹറാമാക്കിയിട്ടുണ്ട് ഉഖൂഖൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ള അല്ലാഹു ഹറാമാക്കിയ കാര്യമാണ്. അടുത്തത് റസൂൽ പറഞ്ഞു വമൻ അംവഹാത്ത്, മൻ ഉവഹാത്ത് അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. മൻ എന്ന് പറഞ്ഞാൽ അവകാശം തടയുക, മറ്റുള്ളവന് കൊടുക്കേണ്ട അവകാശം തടഞ്ഞു വെക്കുക എന്നുള്ളത് ഹറാമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാത്ത് എന്ന് പറഞ്ഞാൽ അവകാശമില്ലാത്തത് ചോദിച്ചു വാങ്ങുക, അതും അള്ളാഹുവിന്റെ റസൂൽ ഹറാമാക്കിയത് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഹാസിലു മിനൻ നഹി മൻഉ മാ ഉമിറ ബിഇത്വാഇഹി, ഈ വിരോധത്തിൽ നിന്ന് കിട്ടുന്ന കാര്യം എന്താണ്? ഇവിടെ അല്ലാഹു തആല ഹറാമാക്കിയിട്ടുള്ള കാര്യം അവന് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള, അള്ളാഹു അവനോട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഹക്ക് തടയുക എന്നുള്ളത് അള്ളാഹ് ഹറാമാക്കിയിട്ടുണ്ട്. സക്കാത്ത് അവന് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കൊടുക്കേണ്ട അവകാശം കൊടുക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് വത്വലബു മാ ലാ യസ്തഹിഖു, അവന് അർഹമല്ലാത്ത അനർഹമായത് ചോദിച്ചു വാങ്ങുക, ആവശ്യപ്പെടുക എന്നുള്ളത്. സ്ത്രീധനത്തിൽ അതല്ലേ സംഭവിക്കുന്നത്? അവന് അർഹമായ സ്വത്താണോ ചോദിച്ചു വാങ്ങുന്നത്? അത് അള്ളാഹു തആല ഹറാമാക്കിയ കാര്യമാണ്. അനർഹമായ രൂപത്തിലാണ് അവൻ ആവശ്യപ്പെടുന്നത്. ഒരിക്കലും കല്യാണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളത് ഈ വാങ്ങുന്നവന് പോലും അറിയാം. വലിയ ദുൽമാണ് അവൻ ചെയ്യുന്നത്. എത്രത്തോളം ഇതിന്റെ പേരിൽ ഭാര്യയുടെ രക്ഷിതാക്കൾ യാചിക്കുന്ന അവസ്ഥ വരെ എത്തുന്നുണ്ട്. ഒരിക്കലും ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ തെമ്മാടിയായ മനുഷ്യൻ സ്ത്രീധനം ചോദിച്ചതിന്റെ പേരിൽ അവൻ എന്ത് ചെയ്യാണ്? ഈ വ്യക്തി ഓരോ ആളുകളുടെ മുതലാളിമാരുടെ അടുത്ത് പോയി കൈ നീട്ടാണ്, എന്റെ മകളെ കെട്ടിക്കാൻ പൈസ തരണം. ജീവിതത്തിൽ ഒരിക്കലും അയാൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് മറ്റുള്ള മുമ്പിൽ ആളുകളുടെ മുമ്പിൽ പോയി കൈ നീട്ടുക എന്നുള്ളത്. പക്ഷെ ഈ ആള് നിർബന്ധിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ സ്ത്രീധനം കെട്ടിയാൽ തന്നാലേ മകളെ കെട്ടുള്ളൂ എന്ന കണ്ടീഷൻ വെച്ചതുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് മനസ്സോടുകൂടി ഇയാൾ ഒരു യാചകനായി മാറുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം ഈ സ്ത്രീധനം അന്യായമായ രൂപത്തിൽ ചോദിച്ച ഈ വ്യക്തി തന്നെയാണ്. അത് വലിയൊരു ദുൽമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിൽ ഹറാമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, മറ്റുള്ളവരോട് ചെയ്യുന്ന ദുൽമുകൾ, അവരിൽ നിന്ന് സമ്പത്ത് അന്യായമായി കൈക്കലാക്കി തിന്നുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താ? കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമിൽ വളർന്ന ഒരു ശരീരം അവന് നരകമാണ് ഏറ്റവും യോജിച്ചത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഹറാം തിന്ന് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് നരകമാണ് ഏറ്റവും അർഹമായത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരിക്കലും നമ്മുടെ സമ്പത്തിലേക്ക് ഒരു 10 പൈസ പോലും അന്യായമായി ഹറാമായത് കടന്നു വരുന്നില്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായ രൂപത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ദുൽമിന്റെ മറ്റൊരു വകുപ്പാണ് ഖൗലു സൂർ, ഷഹാദത്തു സൂർ, കളവ് പറയുക, മറ്റുള്ളവന്റെ പേരിൽ കളവ് പറയുക, കള്ളത്തരത്തിന് സാക്ഷി നിൽക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, ഏറ്റവും വലിയ തിന്മ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അറിയിച്ചു തരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. നമ്മൾ വിശദീകരിച്ച കാര്യമാണ്. വ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. വലിയൊരു ദുൽമാണത്. ഇത് വിശാലമായി പറയേണ്ട വിഷയമാണ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത്. ഇത് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി നിൽക്കുന്ന അല്ലെങ്കിൽ വടികുത്തി പിടിച്ചിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു, അലാ വഖൗലു സൂർ വശഹാദത്തു സൂർ, അലാ വഖൗലു സൂർ വശഹാദത്തു സൂർ, അലാ വഖൗലു സൂർ വശഹാദത്തു സൂർ. റസൂൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതേ, അറിയണം, കള്ളച്ചരം പറയുക, അതുപോലെ തന്നെ കള്ളത്തരത്തിന് സാക്ഷി നിൽക്കുക എന്നുള്ള കാര്യം അതും വലിയ ചിന്മയാണ് എന്ന് റസൂൽ പഠിപ്പിക്കണം. റസൂൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു, അലാ വഖൗലു സൂർ,
അലാ വഖൗലു സൂർ വശഹാദത്തു സൂർ, കള്ളത്തരത്തിന് സാക്ഷി നിൽക്കുക, മറ്റുള്ളവരുടെ പേരിൽ കളവ് പറയുന്നതിന്റെ പേരിൽ കളവ് പറയാൻ വേണ്ടി, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പേരിൽ കളവ് ആരോപിക്കുന്നതിന് വേണ്ടി സാക്ഷി നിൽക്കുക. റസൂൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സഹാബത്ത് പറയാണ്, ഞങ്ങൾ ഇങ്ങനെ റസൂൽ ആവർത്തിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾ ആഗ്രഹിച്ചു പോയി, ലൈതഹു സകത, റസൂൽ ഒന്ന് നിർത്തിയിരുന്നുവെങ്കിൽ. അത്രയും തവണ റസൂൽ അത് പറഞ്ഞു എന്നാണ്. എന്താണ് ഇതിന്റെ ഗൗരവം? മറ്റുള്ളവരുടെ പേരിൽ കളവ് പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നതിന്റെ ഭാഗമായി കള്ളത്തരത്തിന് സാക്ഷി നിൽക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഇല്ലാത്തത് പറയുക വലിയ മുൽമാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഉപദ്രവത്തിൽ പ്രധാനപ്പെട്ടതാണ് ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ്, ആരോപണം പറഞ്ഞ് അപവാദങ്ങൾ പറയുക എന്നുള്ളത്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും ഉപദ്രവിക്കുന്ന ആളുകൾ, ബിഗൈരി മക്തസബു, അവർ ചെയ്തതിന്റെ പേരിലല്ല, ചെയ്യാത്തതിന്റെ പേരിൽ അവരെ സത്യവിശ്വാസിനികളെയും ഉപദ്രവിക്കുന്ന ആളുകൾ, ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വഇത്മൻ മുബീന, അവർ വമ്പിച്ച അപവാദവും വലിയ തിന്മയുമാണ് അവർ പേറിയിരിക്കുന്നത് എന്നാണ് അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, വൽ അദിയ്യത്തു, ഇവിടെ സത്യനിഷേധികളെ, സത്യവിശ്വാസികളെ ഉപദ്രവിക്കുക, സത്യവിശ്വാസിനികളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഹിയ അൻ തുഹാവില അൻ തുഅദിയ ശഖ്സ, നീ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കലാണ്. എങ്ങനെ? ബിമാ യതഅല്ലമു മിൻഹു ഖൽബിയ, അവന് മാനസികമായി പ്രയാസമുണ്ടാക്കുന്ന വിഷയത്തിൽ നീ അതിനെ ആ രൂപത്തിൽ ഉപദ്രവിച്ചാൽ അവന് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാകും. അതുപോലത്തെ ഔ ബിമാ യതഅല്ലമു മിൻഹു ബദനിയ, ശാരീരികമായി പ്രയാസം ഉണ്ടാക്കുക, ശാരീരികമായി പീഡിപ്പിക്കുക, മാനസികമായി പീഡിപ്പിക്കുക, ഇത് രണ്ടും ഇതിൽ പെടും. മാനസികമായിട്ടുള്ള പീഡനം വലിയ പീഡനം തന്നെയാണ്. ചിലപ്പോഴൊക്കെ ശാരീരികമായ പീഡനത്തെക്കാൾ പ്രയാസം ഉണ്ടാക്കുന്നതായിരിക്കും മാനസികമായിട്ട് പീഡിപ്പിക്കുക. ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറയുക, ആരോപണങ്ങൾ പറയുക, കള്ളാരോപണങ്ങൾ നടത്തുക, വ്യഭിചാരോപണം, വ്യഭിചരിക്കാത്തവരെ കുറിച്ച് വ്യഭിചാരോപണം നടത്തുക. അതുപോലെ തന്നെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരെ കുറിച്ച് സമ്പത്ത് കട്ടവനാണ്, കോഴ വാങ്ങിയവനാണ് എന്നൊക്കെ എടുത്തു പറയുക. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടി പല സ്ഥാനാർത്ഥികളെ കുറിച്ച് പരസ്പരം ആരോപണങ്ങൾ പറയുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ആരെ കുറിച്ചാണെങ്കിലും, ശത്രുവിനെ കുറിച്ചാണെങ്കിലും ഇല്ലാത്തത് പറയുക. അതുപോലെ തന്നെ ഇന്ന് യഥാർത്ഥ സലഫികളെ സംബന്ധിച്ച്, സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അസ്സലഫിയത്തുൽ ഹഖ്ഖ യദ്ദീനുസ് സഹീഹ്, ശരിയായ ദീൻ മുറുകെ പിടിക്കുക, ശരിയായ ദീനാണ് സലഫിയത്ത് എന്ന് പറയുന്നത്. യഥാർത്ഥ സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ശരിയായ ദീനാണ്. ആ ശരിയായ ദീൻ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ച് തീവ്രവാദ ആരോപണം, ഭീകരവാദ ആരോപണം നടത്തുക. അവർ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. ഒരിക്കലും അവരുടെ വാക്കുകളിൽ നിന്നോ പ്രവർത്തനങ്ങളിലോ കൃത്യമായ തെളിവ് കിട്ടാതെ അവരെ കുറിച്ച് ആരോപിക്കുക വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ അത്തരം ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ അവർക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകും. അതിന്റെ പേരിൽ ഈ രൂപത്തിൽ ആരോപണങ്ങൾ നടത്തുക എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ഇന്ന് ഖവാരിജുകളുടെ പിൻഗാമികളായിട്ട് സലഫിയത്തുമായി ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ദാഇശ് പോലെയുള്ള ISIS പോലെയുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് സലഫികളെ ചേർത്തി പറയുക. അവർ ഇസ്ലാമുമായി അവർക്ക് ബന്ധമില്ല, അവർ ഖവാരിജുകളുടെ പിൻഗാമികളാണ് എന്ന് ആധുനിക സലഫി പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരുമായി ബന്ധമില്ല, അവർ ചെയ്യുന്നത് ദുൽമാണ്, അക്രമമാണ്, അന്യായമാണ്, നിരപരാധികളെ കൊന്നെടുക്കുക എന്നുള്ള തോന്നിവാസമാണ് അവർ ചെയ്യുന്നത്. അവരുമായി ഒരിക്കലും യഥാർത്ഥ ദീനിന്റെ ആളുകൾക്ക് ബന്ധപ്പെടാൻ സാധ്യമല്ല എന്ന് പല തവണ നമ്മൾ പ്രഖ്യാപിച്ച കാര്യമാണ്. എങ്കിലും അവരിലേക്ക് ചേർത്തി പറയുക വല്ലാത്ത ദുൽമാണ്. അവർ ചെയ്യുന്നത് ശരിയല്ല, അക്രമമാണ്, ദുൽമാണ്. അവരുമായി ഒരാളും ഇടപഴകാൻ പാടില്ല, അത്തരത്തിലുള്ള സംഘടനകളിലേക്ക് ചേരാൻ പാടില്ല എന്ന് വ്യക്തമായി ശക്തമായി പറഞ്ഞിട്ടും ഇവരൊക്കെ അതിന്റെ ആളുകളാണെന്ന് ആരോപണം നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരലോകമുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും അത് അനുവദനീയമായ കാര്യമല്ല. ഇല്ലാത്തത് പറയുക, ആരോപണങ്ങൾ പറയുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാവുണ്ടാക്കുന്ന ദുൽമ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഫമു വൽ ഫർജു, തന്നെ നാവ് ചെയ്ത തിന്മകൾ കൊണ്ടും അവന്റെ ലൈംഗിക അവയവം ചെയ്ത തിന്മകൾ കൊണ്ടുമാണ് അവൻ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ്. സുഹൃത്തുക്കളെ, ഇല്ലാത്തത് പറയാൻ പാടില്ല. അത് കാഫിറാണെങ്കിൽ പോലും അവനെ കുറിച്ച് ഇല്ലാത്തത് പറയാൻ പാടില്ല. പിന്നെയല്ല സത്യവിശ്വാസികളെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ സഖ്തില്ലാഹ്. ഒരു മനുഷ്യൻ, ഒരാൾ അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന ഒരു വർത്തമാനം പറയും. ലാ യുൽഖി ലഹാ ബാല. അവൻ ആ വർത്തമാനം പറയുമ്പോ ഇത്ര സീരിയസ് ആയിട്ടുള്ള വർത്തമാനമാണ്, അപകടകരമായിട്ടുള്ള വർത്തമാനാണ്, അതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. അവൻ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആ ഒരു വർത്തമാനത്തിന്റെ കാരണത്താൽ യഹ്വി ബിഹാ ഫീ ജഹന്നം, അവൻ നരകത്തിലേക്ക് വീഴുന്നതാണ്. അവൻ ആ നരകത്തിലേക്ക് വീഴ്ത്തും ആ സംസാരം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന സംസാരം പക്ഷെ നമ്മൾ നരകത്തിലേക്ക് എത്താൻ കാരണമാകുന്ന രൂപത്തിലുള്ള സംസാരമാകാം. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ, അത് നമ്മുടെ ശത്രുക്കളാണെങ്കിലും കാഫിറുകളാണെങ്കിലും ആരാണെങ്കിലും, നമ്മൾക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിലും അവരോട് വ്യക്തിപരമായി അല്ലെങ്കിൽ അതുപോലെ തന്നെ ആദർശപരമായി വിയോജിപ്പുകളുണ്ട്, അത് പ്രകടിപ്പിക്കാമെന്നല്ലാതെ അവരെ കുറിച്ച് ആരോപണങ്ങളും അതുപോലെ തന്നെ കള്ളച്ചരങ്ങളും പറയാൻ പാടില്ല. അത് ആരെക്കുറിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് കൃത്യമായി ചിന്തിച്ചുകൊണ്ടായിരിക്കണം. ഞാനിത് പറയുന്നത് ഹക്കാണോ എന്ന് കൃത്യമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പറയേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ആരെങ്കിലും ഒരു വർത്തമാനം പറയുമ്പോഴേക്ക് അത് ചാടി സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരോട് അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ വിഷയമാണ്. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത്, നിങ്ങളിലേക്ക് ഒരാൾ വർത്തമാനവുമായി എന്തെങ്കിലും വർത്തമാനവുമായി വന്നാൽ ഫതബയ്യനു, നിങ്ങൾ അതിനെ കൃത്യമായി അന്വേഷിക്കണം. അത് നടന്നിട്ടുണ്ടോ, സത്യമാണോ ഹക്കാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് കാണിക്കണം. ഒരിക്കലും ഇല്ലാത്തത് പറയരുത്. തീവ്രവാദം പോലെയുള്ള ആരോപണങ്ങൾ എത്രത്തോളം മിമ്പറുകളിൽ പോലും നമ്മുടെ സലഫി സഹോദരങ്ങളെ കുറിച്ച് തീവ്രവാദ ആരോപണം നടത്തിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ള ഭരണാധികാരികൾക്കും അതുപോലെ ഇന്റലിജൻസിനും റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും അത്തരത്തിലുള്ള വർത്തമാനങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ചെയ്യുന്നത് വല്ലാത്ത ദുൽമാണ് നമ്മൾ മനസ്സിലാക്കണം. ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്, മദ്ലൂമുകളാണ് എന്നുള്ള കാര്യം അവർ ആലോചിക്കണം. മാത്രമല്ല, ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് തെമ്മാടിത്തത്തിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ലെങ്കിൽ അത് അള്ളാഹുവിലേക്ക് അത്തരം ആളുകൾ അത് തിരിച്ചുവിടും എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് വലിയ പ്രശ്നമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല നമ്മുടെ നാവ്, അത് ശത്രുവിന്റെ വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണ് കൃത്യമായി നാവ് സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ മറ്റുള്ളവരോട് അനീതിയും അക്രമവും കാണിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്വന്തത്തോട് ദുൽമ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് ശൈത്താനാണ്. ശൈത്താൻ അവനെ ആ രൂപത്തിൽ, പിശാച് അവനെ ആ രൂപത്തിൽ പ്രേരിപ്പിക്കും. അതുപോലെ അന്നഫ്സുൽ അമ്മാറത്തു ബിസ്സൂ, തിന്മക്ക് കൽപ്പിക്കുന്ന അവന്റെ മനസ്സാണ്. മറ്റൊന്ന് ഹവ, അവന്റെ മനസ്സിന്റെ താല്പര്യം, അവന്റെ ദേഹേച്ഛ അവനെ സ്വന്തത്തോട് ദുൽമ ചെയ്യാനും മറ്റുള്ളവരോട് ദുൽമ ചെയ്യാനും പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള വെറുപ്പ്, അസൂയ, ദേഷ്യം, അത് മറ്റുള്ളവരോട് അക്രമവും അനീതിയും കാണിക്കാൻ പ്രേരിപ്പിക്കും. ഒരിക്കലും ഇത് പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു സമൂഹത്തോടുള്ള വെറുപ്പ് നിങ്ങളെ അനീതി കാണിക്കാൻ പ്രേരിപ്പിക്കരുത്. യഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. നിങ്ങൾ നീതി കാണിക്കണം. ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ പോലും അനീതി കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള കാഫിറുകളും മുശ്രിക്കുകളും ഇസ്ലാമിനെ തകർക്കണമെന്ന് എല്ലാ സമയത്തും ആലോചിക്കുന്ന ആളുകളോട് പോലും അനീതി കാണിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ കാഫിറുകളായിട്ടുള്ള ആളുകൾ പോലും ഇസ്ലാം അനീതി കാണിക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ദുൽമുകളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി മാറണം. അള്ളാഹുവിന്റെ വചനം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തആല പറഞ്ഞു, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു അദ്ദാലിമൂൻ. ഒരിക്കലും ദുൽമ ചെയ്യുന്ന ആളുകൾ വിചാരിച്ചു പോകരുത് അല്ലാഹു തആല അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അശ്രദ്ധരാണ് എന്ന് ഒരിക്കലും വിചാരിച്ചു പോകരുത്. അല്ലാഹു തആല ഇതൊക്കെ കാണുന്നുണ്ട്. അല്ലാഹു തആല ഇതൊക്കെ കൃത്യമായി അറിയുന്നുണ്ട്. നമ്മൾ എത്ര ദുൽമ ചെയ്താലും അതിനുവേണ്ടി എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും അതെല്ലാം കൃത്യമായി അറിയുന്നു. അല്ലാഹുവിന് യാതൊരു ഗഫ്ലത്തും ബാധിക്കുന്നില്ല. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു അദ്ദാലിമൂൻ. ളാലിമുകൾ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി അറിവുള്ളവനാണ് അല്ലാഹു. അല്ലാഹു ഗഫ്ലത്ത് ബാധിച്ചവനല്ല, അതൊക്കെ അറിയുന്നുണ്ട് അല്ലാഹു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, തഅസിയത്തുൽ ലിൽ മദ്ലൂം
ഈ ആയത്ത് ആക്രമിക്കപ്പെട്ടവനൊരു ആശ്വാസമാണ്. ആക്രമിക്കപ്പെട്ടവനെ ആശ്വസിപ്പിക്കലാണ് ഈ ആയത്തിലുള്ളത്. അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോ മദ്ലൂമായിട്ടുള്ള വ്യക്തിക്ക് മനസ്സിലാകും അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ദുൽമ ചെയ്യുന്ന ആളുകൾക്ക് ഒരു താക്കീതാണിത്. അള്ളാഹു ഇത് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ദുൽമ ചെയ്യുന്നവർക്ക് അതൊരു താക്കീതാണെന്ന് മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിൽ ദുൽമ ചെയ്യുന്ന ആളുകൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരാളോട് ഒരു അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാളെ പരലോകത്ത് വീട്ടേണ്ടി വരും, അത് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ലാ തുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നമ്മൾ മറ്റുള്ളവരുടെ അവകാശം തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അവർക്ക് അതിന്റെ ആളുകൾക്ക് അത് കൊടുക്കേണ്ടി വരും, തീർച്ചയായും കൊടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു അന്യായം ചെയ്തിട്ട്, ഒരു ദുൽമ ചെയ്തിട്ട് അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. എത്രത്തോളം റസൂൽ പറയാൻ, ഹത്താ യുഖാദ ലിശ്ശാത്തിൽ ജൽഹാഇ മിനശ്ശാത്തിൽ ഖർനാ. ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുത്തപ്പെട്ട ആടിന് നാളെ പരലോകത്ത് ആ കൊമ്പുള്ള ആട് ഈ ദുനിയാവിൽ കുത്തിയതിന് പകരമായി കൊണ്ട് തിരിച്ചു കുത്താനുള്ള അവസരം കൊടുക്കുമെന്നാണ്. അത്ര ചെറിയ വിഷയം പോലും എന്ത് ചെയ്യുന്നുണ്ട്, അല്ലാഹു തആല നാളെ പരലോകത്ത് തീരുമാനാക്കും. ശൈഖ് അൽബാനി ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹുവിന് 3 ദീവാനുണ്ട്, 3 ഏടുകളുണ്ട്, 3 രജിസ്റ്ററുകളുണ്ട്. അള്ളാഹു കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ അതിൽ 3ാമത്തെ ഏടിനെ കുറിച്ച് അള്ളാഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅമ്മ ദീവാനുല്ലദീ ലാ യത്റുകുല്ലാഹു മിൻഹു ശൈഅ. അള്ളാഹു ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ഒരു ദീവാനുണ്ട്, അള്ളാഹു കാര്യങ്ങൾ രേഖപ്പെടുത്തിയ, അള്ളാഹു അത് പുറത്ത് വിട്ടുകൊടുക്കൂല. ഏതാണത്? ഫമവാലിമുൽ ഇബാദി ബൈനഹും. ഒരടിമ മറ്റുള്ളവരോട് ചെയ്ത ദുൽം, അടിമകൾ പരസ്പരം ചെയ്ത ദുൽം, അതിനുള്ള പരിഹാരം എന്താ നാളെ പരലോകത്ത്? അൽ ഖിസാസു ലാ മഹാല. അതിനുള്ള പ്രതികാരം നാളെ പരലോകത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ ഒരുത്തനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുത്തനെ അന്യായമായി തച്ചിട്ടുണ്ടെങ്കിൽ, അടിച്ചിട്ടുണ്ടെങ്കിൽ, കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് ശിക്ഷ കിട്ടാതെ ഒരു പരിഹാരം അവിടെ ഉണ്ടാകൂല. അതിന് തിരിച്ച് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള ദുൽമകളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. മറ്റുള്ളവരോട് നമ്മൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്യായമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ഈ ദുനിയാവിൽ അത് പൊരുത്തപ്പെടിപ്പിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട്, മൻ കാനത ഇൻദഹു മദ്ലമതുൻ ലിഅഖീഹി. തന്റെ സഹോദരനോട് ഒരാൾ അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, മിൻ ഇർദിഹി ഔ മിൻ ഷൈഇൻ, തന്റെ അഭിമാനത്തെ പിച്ചു ചീന്തുന്ന രൂപത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയത്തിൽ തന്റെ സഹോദരനോട് വല്ല ദുൽമും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫൽയതഹല്ലൽഹു മിനൽ യൗമി ഖബ്ല അൻ ലാ യകൂന ദീനാറു വലാ ദിർഹം. നാളെ ദിർഹമും ദീനാറും ഉപകാരപ്പെടാത്ത നാളെ പരലോക വെച്ചതിന് മുമ്പ് അതൊക്കെ പരിഹരിക്കണം. നമ്മൾ ആരോടെങ്കിലും വാക്കാലോ പ്രവർത്തിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ അത് പരിഹരിച്ചേ പറ്റൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലെങ്കിൽ എന്താ അവസ്ഥ? ഇൻ കാന ലഹു അമലുൻ സാലിഹുൻ, ഈ ദുൽമ ചെയ്ത വ്യക്തിക്ക് സാലിഹായ സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ, ഉഖിദ മിൻഹു ബിഖദരി മദ്ലമതിഹി, അവൻ എത്രയാണോ ദുൽമ ചെയ്ത് അതിന്റെ അളവിൽ ആ നന്മ അവരിൽ നിന്ന് എടുക്കുകയും അത് മറ്റുള്ളവന് കൊടുക്കുകയും ചെയ്യും. ആ മദ്ലൂമിന് കൊടുക്കും. വഇല്ലം യകുൽ ലഹു ഹസനാതുൻ ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി ഫഹുമില അലൈഹി. അവന് നന്മ ചെയ്തിട്ടില്ല, ദാലിം ഒരു നന്മ ചെയ്തിട്ടില്ല എങ്കിൽ ആ മറ്റുള്ള മദ്ലൂമിന്റെ തിന്മ ഇവനിലേക്ക് അല്ലാഹു തആല ചാർത്തും. അങ്ങനെ അവൻ നരകത്തിലേക്ക് വഹിക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിച്ചേ പറ്റൂ. നമ്മുടെ കുടുംബത്തിലാണെങ്കിലും മറ്റു എല്ലാ സ്ഥലത്താണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളിൽ നിന്ന് വല്ല ദുൽമ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരോടുള്ള ദുൽമാണ് എങ്കിൽ നമ്മൾ അവരോട് ചെന്ന് മാപ്പ് ചോദിക്കണം. നാളെ പരലോകത്ത് നമ്മുടെ ദീനാറോ ദിർഹമോ യാതൊന്നും ഉപകാരം ചെയ്യൂല. നമ്മുടെ നന്മ അവനിലേക്ക് പോകും, അല്ലെങ്കിൽ അവന്റെ തിന്മ നമ്മളിലേക്ക് വന്നെത്തുന്ന അപകടകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും. അതിനുമുമ്പ് നമ്മൾ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.